ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയുടെ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, എന്തൊക്കെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്? അനീഷ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെയും ഒപ്പം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. മുൻപ് കൊല്ലം വിജിലൻസ് കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരുന്നു. വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രധാനമായും പ്രധാനമായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഈ എൻ വാസുവിനെതിരെയുള്ള കേസ് ശ്രീകോവിലിന്റെ കട്ടിടപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണ് എന്ന് രേഖപ്പെടുത്തിയവ ഇളക്കി മാറ്റാൻ ശുപാർശ നൽകി എന്നുള്ളതാണ്. ഇതാണ് എം വാസുവിനെതിരെയുള്ള കേസ്. കട്ടിടപ്പാളി കേസിൽ മാത്രമാണ് നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയത്. അതോടൊപ്പം തന്നെ ഈ മുരാരി ബാബുവിനെതിരെ 2 കേസുകളിലും മുരാരി ബാബു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിലൊന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാറ്റിയ കേസിലാണ്. മാത്രമല്ല അതിൽ കട്ടിടപ്പാളിയിലെ കേസിലും മുരാരി ബാബു പ്രതിയാണ്. ഈ 2 കേസിലും ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ മുരാരി ബാബു സമീപിച്ചിരുന്നത്. സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാറ്റിയ കേസിൽ 2ാം പ്രതിയും ശ്രീകോവിലിലെ കട്ടിളപ്പാളി കേസിൽ 6ാം പ്രതിയുമാണ് മുരാരി ബാബു. മാത്രമല്ല KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഈ പ്രധാനമായും വിശദമായിട്ടുള്ള വാദം കേട്ടിട്ടാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഒരു നടപടിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള വാദമായിരുന്നു ഹൈക്കോടതി ഇതിൽ കേട്ടത്. പ്രധാനമായും ഈ എൻ വാസു അറിയിച്ചിരുന്നത് ഈ കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി അറിയിച്ചിരുന്നു. അതിൽ വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നടക്കമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത് അത്തരത്തിലുള്ള രേഖയില്ലാത്തത്, അത് സ്വർണം പൊതിഞ്ഞു തന്നെ ആയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അത്തരത്തിൽ വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ലിഡിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജാമ്യാപേക്ഷയിൽ പോലും വിശദമായ വാദം കേട്ടുകൊണ്ടാണ് ഹൈക്കോടതി അപേക്ഷ തള്ളിയിരിക്കുന്നത്. അതിനർത്ഥം കൃത്യമായ തെളിവുകൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ട് എന്നൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് കോടതി പോലും ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അനീഷ, തീർച്ചയായും. അതായത് പ്രത്യേകിച്ചും പ്രോസിക്യൂഷന്റെ ഒരു വാദം എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് അന്വേഷണത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ 3 പേർക്കും നിലവിൽ ജാമ്യാപേക്ഷ നൽകുകയാണെങ്കിൽ അത് മറ്റുള്ള തെളിവ് നശിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് അത് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാനാവില്ല എന്നാണ് പ്രോസിക്യൂഷൻ ശക്തമായി ഹൈക്കോടതിയെ വാദിച്ചത്. മാത്രമല്ല എൻ വാസു അടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയിൽ വാദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളില്ല എന്നുള്ളതാണ്. FIR-ൽ കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാക്കി എന്നാണ് കേസ് ഉണ്ടായിരുന്നത്. പക്ഷേ സ്വർണം ആണോ എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ പോലീസിനോടും ഒപ്പം സർക്കാരിനോടും ഇത്തരത്തിൽ അതിനെ തുടർന്ന് റിപ്പോർട്ട് അടക്കം ഹൈക്കോടതി ചോദിച്ചതാണ്. അത്തരത്തിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഈ കേസ് നിഷ്പക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് ഹൈക്കോടതിയിൽ വാദിക്കുന്നു. അത്തരത്തിൽ വിശദമായിട്ടുള്ള വാദത്തിന് ശേഷമാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്ന് കൂടി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്.